ഹലോ, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലുള്ള ആനക്കൂട്ടിലാണ്. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ വാരിക്കുഴിയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ആനകളെയൊക്കെ പരിശീലിപ്പിക്കുന്ന കൂടാണ്. കമ്പകം എന്ന് പറയുന്ന തടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രോങ് ആയിരിക്കും. ഒരേ സമയം 6 ആനകളെ വരെ ഇവിടെ പരിശീലിപ്പിക്കുമായിരുന്നു. 1977 കാലഘട്ടം മുതൽ ഇങ്ങനെയുള്ള പിടിച്ചുകൊണ്ടുവരുന്ന ആ രീതിയൊക്കെ അങ്ങ് നിർത്തലാക്കി. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ അതുകൊണ്ട് വഴക്കിടാതെ ഇവിടെ ഇരുന്ന് കളിച്ചോളും. മോൻ ആദ്യമായിട്ടാണ്, 1 വയസ്സായതേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ടാണ് പാർക്കിലൊക്കെ കൊണ്ടുവരുന്നത്. അവൻ ഇതിനകത്തെല്ലാം കയറി, ഇഷ്ടപ്പെട്ടു. പിന്നെ മോനെക്കാട്ടിലും ചെറുതാണ് ശ്രേയമോൾ. അവൾക്കാണ് ഒന്നുകൂടെ ഇതിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ എൻ്റെ കോശേട്ടനാണെങ്കിൽ അവരെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിലോട്ട് കയറി. മ്യൂസിയത്തിൽ നമുക്ക് ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് കയറാനൊക്കത്തില്ല. വളരെ നീറ്റായിട്ടാണ് അവരതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ പണ്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പുള്ള ഒരു അയ്യപ്പൻ എന്ന് പറയുന്ന ആനയുടെ വലിപ്പത്തിലുള്ള ആ ഒരു വെയിറ്റൊക്കെയുള്ള അത്രയും രീതിയിൽ ഉള്ള ആ ഒരു ആനയാണ് അവിടെ സ്റ്റാച്ചു ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ വാൾസിലൊക്കെ ആനകളുടെ പലതരത്തിലുള്ള പിക്ചേഴ്സും അവർ ഹാങ് ചെയ്തിട്ടുണ്ട്. തടി പിടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ചെറിയ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഒത്തിരി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ അവിടെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ആനകളെയൊക്കെ പരിശീലിപ്പിക്കും, അവരെ ചട്ടം പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പം തന്നെ നമുക്ക് ഭയങ്കര വിഷമം വരും. കാരണം ഇതൊക്കെ അവരെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന അതല്ലായിരുന്നു. പിന്നെ അതിൻ്റെ മുട്ട് ചിരട്ട, പിന്നെ അതിൻ്റെ പല്ലാണിത്. പിന്നെ ചങ്ങല, ഇങ്ങനെ ഒത്തിരി വെപ്പൺസ് ഉണ്ടായിരുന്നു അവരെ പരിശീലിപ്പിക്കുന്ന സമയത്തും പിടിക്കുന്ന സമയത്തും ഒക്കെ യൂസ് ചെയ്തിരുന്നത്. ഇത് മുള്ളടയാണ്. അങ്കുശം, ഇങ്ങനെ കത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണുമ്പം തന്നെ നല്ല വിഷമമാണ് ഉണ്ടാക്കുന്നത്. ഇത് അവരുടെ താടിയെല്ലാണ്. താടിയെല്ലും തലയോട്ടിയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കീഴ്ത്താടിയെല്ല്. പിന്നെ ആനയുടെ സ്കെൽറ്റൺ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൊമ്പ് ഒറിജിനൽ അല്ല, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ വാൾസിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു റൂമിൽ ഇങ്ങനെ കുറേ ബേർഡ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ സൗണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി, കാട്ടിക്കൊടുത്താൽ മതി, അവരത് നമ്മളെ കേൾപ്പിച്ച് തരും. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്ന് അതൊക്കെ കണ്ട് കുഞ്ഞത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എവിടെ നിന്നായി സൗണ്ട് വരുന്നതെന്നാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ചായയൊക്കെ കുടിക്കാനിരുന്ന്. അവൻ പിന്നെ അടങ്ങിയിരിക്കാൻ ഇച്ചിരി പാടാണ് ചില സമയങ്ങളിൽ. എന്നാൽ ചിലപ്പം കുഴപ്പമില്ല. ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് ശ്രേയമോൾ ഇച്ചിരി പിണങ്ങിയിരിക്കുവാണ്. ഇച്ചിരി ഒരു കെറുവുണ്ട്. കാരണം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. മേടിച്ചു കൊടുത്തില്ല, പനിയാണ്. പിന്നെ അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഓരോ ആനകളെ കാണാൻ ഇങ്ങനെ പോയി. ഇങ്ങനെ അവരുടെ ഏജും അവരെ കിട്ടിയ സ്ഥലവും പേരും ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞിനത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ. അവനിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ആന കരയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്.
എന്തുവാന്ന്, കുഞ്ഞിന് ആനയും ആടും എല്ലാം ഒരുപോലത്തെ സൗണ്ടാണ് കുഞ്ഞ് വെക്കുന്നത്. ഇത് അങ്ങ് ഏറ്റവും അങ്ങ് പുറകിലായിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. അയ്യോ, നിർത്തിയിരിക്കുന്ന ആനയാണ്. അപ്പോൾ ഇത് ഇച്ചിരി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് ആരെയും അധികം വിടത്തില്ല. അതിനെ ഇങ്ങനെ എപ്പോഴും വെള്ളമൊഴിച്ച് നനച്ചുകൊണ്ടിരിക്കും, കുളിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അതിന് എനിക്ക് തോന്നുന്നു ചൂട് കുറയ്ക്കാനായിരിക്കാം, എന്തെങ്കിലും ഇത് കാണും. ഇത് പ്രിയദർശിനി എന്ന് പറയുന്ന ആനയാണ്. കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വയസ്സ് 40, ഇവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 5-6 ആനകളുണ്ട്. നല്ല രസമാണ്. കുറേ സമയം നമുക്കിത് കണ്ടു നിൽക്കാനേ, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്. ഒരുപാട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കുറച്ച് കാര്യങ്ങളൊക്കെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിലാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു കൂളിംഗ് എഫക്റ്റാണ് അവിടെ, മരങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ടേ. അവനിങ്ങനെ ഇഷ്ടപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. കണ്ടോ, ആന കരയുന്നത് കാണിക്കുവാണ്. ഇത് കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന ആനയാണ്, 2 വയസ്സ്. അത് ഇവിടുത്തെ ഏറ്റവും ചെറിയ ആനയാണ്. അതിനെ കാണാനാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. അതിങ്ങനെ നടക്കുകയാണ് അവിടെ എല്ലാം. കുഞ്ഞിന് സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് ആനകളുടെ കുറേ സ്റ്റാച്ചു ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വേറൊരു റൂമുണ്ട്. അവിടെ ഞങ്ങളെത്തി. നമുക്കെല്ലാം ഇങ്ങനെ അവരതിലൊന്നും തുടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം പലതരത്തിൽ അതിനെ ആനകളുടെ പല തരത്തിലുണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഉണ്ടവിടെ, രൂപങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇത് പിന്നെ ടിക്കറ്റ് എടുക്കുന്നതാണ്. നമ്മൾ ആദ്യം എടുത്തതാണിത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയായി. ഞങ്ങൾ ഓടിപ്പോയി കാറിലോട്ട് കയറുകയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ മഴയായി, നല്ല മഴയായി. അതുവരെ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ എല്ലാം ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു. പത്തനംതിട്ട ജില്ലക്കാരിയാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കോന്നി ആനക്കൂട്ടിലെത്തുന്നത്. അതുകൊണ്ട് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നാണക്കേടാണ്, ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറയുന്നത് തന്നെ ഇത്രയും നാളായിട്ട്. ഓക്കെ, ബൈ.